ഹലോ അസ്സാമലൈക്കും. അങ്ങനെ ഫ്യൂച്ചർ മ്യൂസിയത്തിനോട് വിട പറഞ്ഞത് നമ്മൾ നേരെ പോണ എങ്ങടാന്ന് വെച്ചാൽ ദുബായ് ഫ്രെയിം എന്ന് പറയും. അത് കാണാനാണ് പോണ കേട്ടോ. അത് കാണാൻ മാത്രം ഉണ്ടെന്ന് പറയണത്. ഓൾഡ് ദുബായ്, ന്യൂ ദുബായ് ഒക്കെ അതിൻ്റെ അകത്തൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയണത് കേട്ടു. ഈ കെട്ടിടങ്ങൾ നോക്കിയിട്ട് ഞാൻ ഈ പുറത്തെ ഈ കെട്ടിടങ്ങൾ കണ്ടിട്ടാണ് ഞാൻ കണ്ണ് തള്ളിയിട്ടിരിക്കണത്. എപ്പോൾ പുറത്തേക്ക് പോകുമ്പോഴും എൻ്റെ കണ്ണ് തള്ളും. കാരണം അത്രയും വലിയ ഗോപുരങ്ങൾ പോലെയാണ് ഈ ഫ്ലാറ്റുകൾ ഇങ്ങനെ നിരയായിട്ട് കിടക്കണത് കേട്ടോ. എന്തായാലും നമ്മൾ ദുബായ് ഫ്രെയിമിലെത്തി. അവിടെ ടിക്കറ്റൊക്കെ എടുക്കണം കേട്ടോ. അകത്ത് കയറണമെങ്കിൽ എല്ലായിടത്തും എന്തോരം ദിർഹമാണ് കൊടുക്കേണ്ടത്. അത് കണ്ടോ, ഇതാണ് ദുബായ് ഫ്രെയിം. നമ്മളിങ്ങനെ നാലുപുറം ഇങ്ങനെ നടക്കണം കേട്ടോ. കാരണം നമ്മളിതൊന്നും കണ്ടിട്ടില്ലല്ലോ, ആദ്യമായിട്ട് കാണല്ലേ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ എല്ലാവരുടെ മുഖത്തും. ആഷിലും ബേബിക്കും പാപ്പാക്കൊക്കെ ഇതൊക്കെ എന്ത് നിസ്സാരം, ആ ഒരു ഭാവമാണ് കേട്ടോ. കാരണം ഇതൊക്കെ കണ്ടതാണ്. പിന്നെ പാപ്പയും ബേബിയും വരുന്നില്ല എന്ന് പറഞ്ഞു. എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യം പോയി വന്നിട്ടേ ഉള്ളൂ പറഞ്ഞു. ഒരു കുഞ്ഞാറ്റക്ക് ഫുഡ് കൊടുക്കാൻ പുറത്തിരിക്കുകയാണ്, അവരില്ല എന്ന് പറഞ്ഞു. കുഞ്ഞാറ്റനെയും കൊണ്ട് ഇനി തിരക്കിൽ കുറുമ്പിക്ക് കുറച്ച് കുറുമ്പ് കൂടി. അപ്പോൾ അവൾക്ക് ഫുഡ് കൊടുക്കാത്തതിനുള്ള ഇതാ തോന്നുന്നു. എന്തായാലും ശരി, ഇതുണ്ടോ എന്താ വലിപ്പം ദുബായ് ഫ്രെയിം. അവർ ആ ഗാർഡനിൽ കൂടെയൊക്കെ നടന്ന് കുഞ്ഞാറ്റിനെയും കൊണ്ട് ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്തായാലും ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പോവാം കേട്ടോ. ഇനിയിപ്പോൾ അകത്ത് എന്തൊക്കെ മായക്കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കണമെന്ന് അറിയില്ല. ഫ്യൂച്ചർ മ്യൂസിയം തന്നെ കണ്ടിട്ട് കണ്ണ് തള്ളിയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അതിനേക്കാളും ആകാശം മുട്ടി നിൽക്കണു ഇവിടെ ദുബായ് ഫ്രെയിം. എന്ത് ഭംഗിയാണ്. ഒക്കെ ഗോൾഡ് കളറിലാണ് കേട്ടോ. ഇതിങ്ങനെ തിളങ്ങുകയാണ്, മൊത്തം ഗോൾഡ് കളറാണ് ഇതിൻ്റെ എല്ലാം. ഇങ്ങനെ കറങ്ങണ ചില്ലാണ് കേട്ടോ ഇതിൻ്റെ ഡോറ്. ഞാനൊക്കെ ആകെ എന്താണെന്നറിയുക, രാവിലെ കൊണ്ട് ഇറങ്ങിയതല്ലേ, അലമ്പായിട്ടുണ്ട് ആകെ. ഉണ്ട് ഒരു കുറച്ച് പൗഡറും കൂടി ഇടാൻ പറ്റിയിട്ടില്ല എനിക്ക്. എന്തായാലും ശരി, നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പോവാം. എന്തായാലും ബാഗും കയ്യിൽ പിടിച്ചില്ല. പൗഡറിൻ്റെ ബാഗ് ഉണ്ടെങ്കിൽ ഇത്തിരി പൗഡർ ആരും കാണാതെ ഇടാതെ. ഇത് നോക്കുക, വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോണ, വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ പോണ പോലെ. അത് നല്ല രസമല്ലേ. അങ്ങനെ ഈ ഫ്രെയിമിൻ്റെ മുകളിൽ എത്താൻ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഇതാണ്. എന്ത് ഓൾഡ് ദുബായാണ് ഈ കാണിക്കണത്, കണ്ടില്ലേ. ഇതാ പണ്ടത്തെ പഴയ ദുബായ്. എങ്ങനെയായിരുന്നു ആ ദുബായിയുടെ അവസ്ഥ, ഇപ്പോഴത്തെ മാറ്റം. പണ്ടത്തെ ദുബായിയാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചിരുന്നത്. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ എന്താ പറയുക, ഒരു തുണിയിലൊക്കെ ഇങ്ങനെ കുഞ്ഞ് ഫിലിം ഇങ്ങനെ വെച്ചിട്ട് സിനിമ കാണുമായിരുന്നു. ആ ഒരു പ്രതീതിയാണ് കേട്ടോ ഇതിൻ്റെ അകത്ത്. അതായത് പഴയ ദുബായ് ഇങ്ങനെ കാണിച്ചു തരുമ്പോഴേ എനിക്കതൊക്കെയാണ് ഓർമ്മ വന്നിരുന്നത് കേട്ടോ. എന്തായാലും ശരി, ഇതിൻ്റെ അകത്തും തിരക്കന്നെ കണ്ടോ. പണ്ടത്തെ അറബി കുപ്പായങ്ങൾ, ഡ്രസ്സുകളൊക്കെ തുന്നണ കുപ്പായം തുന്നിയാണ് അറബി. അതിൻ്റെ ടൈലറിങ് കുട്ടികൾ പഠിക്കണത്. പിന്നെ അവിടുത്തെ ജയില്, അവിടുത്തെ പാത്രങ്ങൾ കണ്ടില്ലേ. അവിടുത്തെ കെട്ടിടങ്ങൾ, ഫ്ലാറ്റുകൾ, പണ്ടത്തെ ഫ്ലാറ്റാണ് അതൊക്കെ കേട്ടോ. അപ്പോൾ എത്ര ഡിഫറെൻ്റാണ് ഇപ്പോഴും അപ്പോഴും നോക്കണം. ഏതോ മൂസാമർ കാലത്താണ് ഇതൊക്കെ. എന്തായാലും ശരി, ഇതൊക്കെ ഇങ്ങനെ കണ്ട് അതിനങ്ങനെയല്ലേ ഒരു വരി ഇങ്ങനെ നീങ്ങണ്ടേ, എന്നാലേ നമുക്കിതിപ്പോൾ വേഗം പോകാനും പറ്റില്ല. എനിക്കിത് വീഡിയോ എടുക്കും വേണം. പണ്ടത്തെ സ്പൈസസ് നോക്കി അറബി ഇങ്ങനെ കൊടുക്കണം. ഇതിങ്ങനെ അറബിയിലും ഇംഗ്ലീഷിലൊക്കെ ഇങ്ങനെ പറയണുണ്ട് കേട്ടോ. എനിക്ക് പിന്നെ മലയാളമുള്ളൂ അറിയാം, അതുകൊണ്ട് ഞാനത് അത്ര ഒന്നും കൊടുത്തില്ല. കണ്ടില്ലേ കൊട്ടയ്ക്ക് മീൻ, കടലിൽ നിന്ന് മീൻ എടുക്കണ കൊട്ടയെ തോന്നുന്നു അത് കേട്ടോ. എന്തായാലും ശരി, നല്ല രസമുണ്ട് കാണാൻ. ഞാൻ ആകെ കോലം കിട്ടുകയും, ഞാൻ പറഞ്ഞില്ലേ പൗഡർ കൈ പിടിക്കാത്തതുകൊണ്ടാണ്. അതിൽ കുറച്ചും കൂടി ഞാൻ നല്ല ചുരുക്കുണ്ടായിരുന്നു. അത് പോട്ടെ. ഇവിടെ നമ്മളുടെ ഈ ദുബായ് ഫ്രെയിമിൻ്റെ അവിടെ ഒരു ഫോട്ടോ എടുക്കേണ്ട ഒരു സംഭവം കൊണ്ടുണ്ട് കണ്ടോ. ഇനാഗുറേഷൻ ഓഫ് പോർട്ട് ജബലലി 1979. 79-ത്തെ ജബലലിയാണ് ദുബായിത്തെ ഈ കാണുന്നത്. അപ്പോൾ ഇപ്പോഴത്തേൽ വന്ന മാറ്റം നോക്കണം. എത്രങ്ങാനും പറഞ്ഞാൽ തീരില്ല, അത്രയുണ്ട്. പിന്നെ അതിൽ ഞാൻ പറഞ്ഞില്ലേ അറബിയിലും ഇംഗ്ലീഷിലൊക്കെ അത് എഴുതി കാണിക്കണമുണ്ട്. പിന്നെ അനൗൺസ് ഇങ്ങനെ പറയണമുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ മേലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ അവിടെ എന്തൊക്കെ നമ്മളെ കാണാനിരിക്കുന്ന കാഴ്ചകളെന്ന് അറിയില്ല. ഇതിലും ഭയങ്കര തിരക്കാണ്. ഞാൻ പറഞ്ഞില്ലേ ഓരോ ഭാഗത്ത് കയറുമ്പോൾ വിചാരിക്കും ദുബായ് മൊത്തമുള്ള ആളുകൾ ഇവിടെയാണോ എന്ന്. കണ്ടോ വരച്ച് കാണിക്കണ ഓരോ കാര്യങ്ങൾ. അന്നത്തെ ആ ഒരു കയറും കയറൊക്കെ കണ്ടോ. ബോട്ടൊക്കെ കയറ്റാനും കപ്പലിൽ നിന്ന് എടുക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളാണത്. ആ പഴയത് കണ്ടില്ലേ. പണ്ടത്തെ വെള്ളം കോരിയവർ കപ്പലിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുകയാണ്. അങ്ങനെ ഇതിൻ്റെ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നുണ്ട്.
എന്തായാലും ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മനു ഞാനും ആശുപനൊക്കെ അമ്പിളി മാസം നോക്കണ പോലെ നോക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിൽ പോയിട്ട് ഞാൻ അടുത്ത ഭാഗം കാണിക്കാം. ഓക്കേ.